ദിലീപേട്ടൻ ഒരു ലവ് ലെറ്റർ ഇപ്പൊ എഴുതും. ഞാൻ എഴുതുമോ? എഴുതും. എന്നിട്ട് കാവ്യ ചേച്ചിക്കാണ് ഈ ലവ് ലെറ്റർ എഴുതാൻ പോകുന്നത്. ഞാൻ അടുത്ത ട്രോൾ ഉണ്ടാക്കാനുള്ള ഐറ്റം. ട്രോൾ എന്തിനാണ് ഇതിൽ ഉണ്ടാക്കണത്? ഭാര്യയ്ക്ക് പ്രേമം ഒരാൾ പറയണത് ട്രോളാണോ? അല്ല ദിലീപേട്ട, ഒരിക്കലും അത് ഭാര്യയ്ക്ക് കൊടുക്കുന്ന പേഴ്സണൽ നൗ. അത് എല്ലാവരുടെ മുമ്പിൽ വെച്ച് അവർക്ക് എഴുതേണ്ട കാര്യം ഇതാക്കി എന്നിട്ട് അതിന് ഇതിന്റെ അടിയിൽ വരുന്ന തെറി കമന്റ്സുകളും ബഹളം നാണവിലട നിനക്കൊക്കെ എന്നൊക്കെ ചോദിച്ചിട്ട് അതും വെറുതെ എന്തിനീ? സ്വന്തം ഭാര്യയ്ക്ക് ഒരു ലെറ്റർ എഴുതാൻ നിങ്ങൾ ഞാൻ എഴുതിക്കോളാം. നിങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ എഴുതി തരത്തില്ല. എന്റെ ലെറ്റർ പാഡ് വേസ്റ്റ് ആയി. വേണ്ട, എന്റെ രണ്ടാമത്തെ ലെറ്റർ അത് കാവ്യക്കല്ല. രണ്ടാമത്തെ രണ്ടാമത്തെ ലെറ്റർ ഒരച്ഛൻ മകൾക്ക് അയക്കുന്ന കത്താണ്. ദിലീപേട്ടൻ ഒരു ദിവസം ഇനി ബാക്കിയുള്ളൂ. ഇന്നും കൂടെ കഴിഞ്ഞ ദിലീപേട്ടൻ ഇല്ല കേട്ടോ. ദിലീപേട്ടൻ സീരിയസ് ആയിട്ട് എടുക്കല്ലേ? ഇതാണ് എന്റെ ടാസ്കിന്റെ ആദ്യത്തെ പാർട്ട്. അപ്പൊ ദിലീപേട്ടൻ മീനാക്ഷിക്ക് എഴുതുന്ന കത്താണ്. എന്റെ നല്ല നാക്കാന്ന്. രണ്ടുപേർക്ക് എഴുതാം. മീനാക്ഷിക്കും എഴുതാം. മീനാക്ഷിക്കുള്ള 3 വരി, പിന്നെ മഹാലക്ഷ്മിക്കുള്ള 3 വരി. അത് ബുദ്ധിമുട്ടില്ലല്ലോ? അതെ, ഓക്കെ. ഈ കാര്യമാണ് ദിലീപേട്ടൻ അവരോട് പറയുന്നത്. പിന്നെ ഇതാണ് ഇവർ ജീവിതത്തിൽ ഓർത്തിരിക്കുന്നത്. അച്ഛൻ എന്ന് പറയുമ്പോൾ അതാണ്. രണ്ടുപേര് കൂടിയാലും ഇല്ല, കുഴപ്പമില്ല. പേര് മീനാക്ഷിക്കുള്ളത് മീനാക്ഷിക്കും മഹാലക്ഷ്മിക്കുള്ള മഹാലക്ഷ്മിക്ക് എഴുതണമെന്നേ ഉള്ളൂ. ഒളിഞ്ഞു നോട്ടം അലൗഡാണോ? അല്ല. തന്നേക്കാം. 3 വരിയിലായിട്ട് എഴുതിയതുകൊണ്ട് കുറ്റം പറയാൻ പറ്റത്തില്ല. 3 വരികളാണ്. ഞാൻ വായിക്കണോ? ദിലീപേട്ടൻ വായിക്കോ? ദിലീപേട്ടൻ വായിക്കോ? ഞാൻ വായിച്ചാൽ മീനാക്ഷി, ഐ ലവ് യു മൈ സ്വീറ്റ് ഡോട്ടർ. മഹാലക്ഷ്മി, ഐ ലവ് യു മൈ ലിറ്റിൽ പ്രിൻസസ്. വിളിക്കാൻ ഞാൻ പറയില്ല, കാരണം മീനാക്ഷി ഡ്യൂട്ടിക്ക് കയറി എന്നുള്ളത് ഞാനിവിടെ ഇരിക്കുമ്പോഴാണ് ദിലീപേട്ട ഫോണിൽ കേട്ടു. 2 ഫോണും കേട്ടു. എന്നിട്ടാ പറഞ്ഞ നിർബന്ധമായിട്ട്. ദിലീപേട്ടൻ ഫ്ലൈയിങ് കളേഴ്സിൽ പാസ്സായി. ഓഫ് കോഴ്സ് ഇറ്റ്സ് ഓൾ ലവ് ദാറ്റ് യു വാണ്ട് ടു സേ. പ്രണയം എന്ന് പറയുമ്പോൾ അടുത്ത് എന്താണ് ദിലീപേട്ടൻ ഉണ്ടാവുക? പ്രണയം വന്ന് വരുമ്പോ നാച്ചുറലി അവരെ ഒന്നുകിൽ അച്ഛനമ്മ അറിയും. അടിയുടെ പെരുന്നാൾ കേട്ടിട്ടുണ്ടോ? അടി ഇല്ല. വഴക്ക് എടാ നിന്നെ കാണിച്ചിടാ അങ്ങനെയൊക്കെ. ഇനി അതിലിട്ടോ ബ്രേക്കപ്പ് ഉണ്ടാവും. അപ്പം എന്റെ ബ്രേക്കപ്പ് അടിപൊളിയായിരുന്നു. കരഞ്ഞ് അവിഞ്ഞ കരച്ചിൽ വാതിൽ കടച്ചിട്ടുണ്ട്. എനിക്കുണ്ടായിരുന്നു കുറെ കാലം. അങ്ങനെ നമുക്ക് ഈ കരയുന്ന കുട്ടിക്ക് നമ്മൾ എന്താ കൊടുക്കുക? സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ അതിന്റെ കരച്ചിൽ നിർത്തുമെന്ന് പറയില്ലേ? എനിക്ക് എപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ആ സമയത്ത് ഒരു ഡീപ്ലി ഇൻ ലവ് അങ്ങനെ ഒരു ഇതായിരുന്നു. അതിൻ്റെ ഒരു ബ്രേക്കപ്പ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് ലൈഫിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്നും രാത്രിയിൽ കരയാന്ന് പറയുന്ന പോലത്തെ സംഭവങ്ങളുണ്ടായിരുന്നു ആ സമയത്ത്. കോളേജൊക്കെ കഴിഞ്ഞ് ആ ടൈമിൽ ആ സമയത്താണ് ഒരു ഗോഡ്സ് ഗിഫ്റ്റ് പോലെ നമ്മൾ സിനിമയിലേക്ക് വരാമെന്ന് പറയുന്നത്. നമ്മളൊന്ന് പിന്നെ ആ സങ്കടങ്ങൾ പതുക്കെ പിന്നെ നമ്മുടെ ഇതിലേക്ക് പിന്നെ നമുക്ക് പ്രണയം സിനിമയോടായി. പിന്നെ സിനിമയാണ് നമ്മുടെ ലോകം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കായി.